സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്പ് പ്ലസ് ഒരു പ്രൊഡക്റ്റിനെ കൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പിന് ആവശ്യമുള്ള സാധനം ഇതാണ്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഒന്ന് വേണ്ട കേട്ടോ, ഒരു ഹാഫ് മതി. അത് നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കത് 2 പീസായിട്ട് വേറെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ 2 റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പാവുന്നവരെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കണ്ടോ, പാത്രത്തിൻ്റെ മേലെ ഞാൻ വരച്ച് കാണിച്ചു തരാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം തന്നെ എടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇത് നമുക്ക് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല തണുപ്പാണ്. നമ്മൾ നമ്മുടെ ക്യൂക്കമ്പറൊക്കെ വെച്ചിട്ട് കണ്ണിൻ്റെ മേലെ വെക്കുമല്ലോ, അതേപോലെ തന്നെ ഈ തണുപ്പുള്ള നമ്മുടെ പൊട്ടേറ്റോ നമുക്ക് ഇതേപോലെ തന്നെ കണ്ണിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങിൽ ആസ്ട്രജൻ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ തണുപ്പിച്ചിട്ട് കണ്ണിന് ചുറ്റും വെച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ കണ്ണിന് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടും കണ്ണിന് നമ്മൾ വല്ലാതെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടാവുമല്ലോ. ഇപ്പോൾ അധികം നേരം ഫോണിൽ നോക്കി ഇരിക്കുന്നതൊക്കെ നമ്മുടെ കണ്ണിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇത് നമ്മളെ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് കണ്ണിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ തന്നെ തണുപ്പ് ഉണ്ടാകും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. കുറച്ചുകൂടി നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കണ്ണിൻ്റെ ചുറ്റൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ്സോളം ഇതേപോലെ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നോർമലായിട്ടുള്ള തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്കിത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ടിപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഫിംഗേഴ്സ് വെച്ചിട്ട്, അതായത് റിംഗ് ഫിംഗേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നീരും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു സ്കിന്നിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ഇതേപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഡെയിലി ബേസിസിൽ നൈറ്റിൽ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻകാഫേൻ്റെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇത് വളരെയധികം നല്ലതാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഐറ്റം. ഇത് നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ അപ്ലിക്കേറ്റർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് കുറച്ച് കണ്ടോ, നമ്മളിങ്ങനെ ചേരിക്കുമ്പോഴേക്ക് നമ്മുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തും. ഒരു 1 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ് നമുക്ക് എടുത്തിട്ട് 2 വിരലിലും ആക്കിയിട്ട്, അണ്ടർ ഐ ക്രീം ആയതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവരുത് കേട്ടോ. ഓക്കെ, നല്ല ജെൻറ്റിലായിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മളിങ്ങനെ ഒരു ഐറ്റം നമ്മുടെ കണ്ണിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള ഫീലൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്, നല്ലൊരു അണ്ടർ ഐ ക്രീം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് അങ്ങനെ കാണിച്ചിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. മസ്റ്റായിട്ട് നിങ്ങൾ ഒരു അണ്ടർ ഐ ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. അതേപോലെ തന്നെ ഒരു അണ്ടർ ഐ ക്രീം ഞാനിവിടെ കാണിച്ചു തന്നിരുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.